നമ്മളെ ഗിഫ്റ്റ് ബോക്സിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തല്ലേ രാവിലെ. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ദാനം കൊടുക്കാം, അർഹതപ്പെട്ടവർക്ക് ദാനം സ്വീകരിക്കുക, അതുകൊണ്ടിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഗിഫ്റ്റ് ബോക്സിൽ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് സാധനവും ഗിഫ്റ്റ് ബോക്സിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ സാധനമൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് കൂടുതൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവെക്കുന്നത്. കൂടുതൽ മറ്റ് സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ഓണാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മളൊരു ഓണക്കിറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി സാധനങ്ങൾ, മറ്റ് ഭക്ഷണ സാധനങ്ങൾ, പിന്നെ ഓണക്കോടി, പിന്നെ കുറേ പൂക്കൾ, അങ്ങനെയായിട്ടൊരു കിറ്റ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ സാധനം വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓണക്കിറ്റ് ആരെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ മുകളിലത്തെ നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുണ്ടല്ലോ 55 ആണല്ലോ എന്നോട്ടാ, 55 ആൾക്കുള്ള കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓണക്കിറ്റ് കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണ്, ഏതാണ്ട് ഒരു 1200 രൂപ ആവുന്നുണ്ട് ഒരു കിറ്റിന്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരാളതോ രണ്ടാളതോ എത്ര ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റ് കൊടുക്കാനുള്ള പൈസ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ വീഡിയോസ് കാണുന്നവരെല്ലോ കുറേ ദൂരമുള്ളവരാണ്, എല്ലാം വിദേശത്തുള്ള ആൾക്കാർ, അങ്ങനെ കുറേ ദൂരമുള്ളവരാണ് കൂടുതലായിട്ട് വീഡിയോ കാണുന്നത്. അതുപോലെ എന്നെ വിളിക്കുന്ന ആൾക്കാർ, അതായത് ഗിഫ്റ്റ് ബോക്സിലേക്ക് എന്തെങ്കിലും വെക്കട്ടെ ചെയ്യട്ടെ എന്ന് ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരും ദൂരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പൈസ അയക്കേണ്ട ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മുകളിലത്തെ ഈ QR കോഡ് ഉണ്ടല്ലോ, ഈ QR കോഡിലേക്ക് നിങ്ങൾക്ക് പൈസ അയക്കാവുന്നതാണ്. എത്ര കിറ്റാന്ന് വെച്ചാൽ അതിനൊക്കെ നിങ്ങൾക്ക് പൈസ അയക്കാം. എന്തായാലും ഓണത്തിന് ഒരു നല്ല കാര്യം ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാണെന്ന് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൂരെയുള്ളവർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ ചുറ്റുവട്ടത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു കിറ്റ് വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മളെ ഈ കമ്പൽ പ്രദേശത്ത് ഞാനിങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആക്കിയതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്ക് ഇതുപോലുള്ള സഹായം ചെയ്യാനുള്ള അവസരം കൂടിയുണ്ട് നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറ്റുമെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റ് ബോക്സ് ആക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാടത്തുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ഓണത്തിന് എന്തായാലും ഒരു കിറ്റ് കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സ് കാണിക്കാമെന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ചെയ്യുന്നവരായിരിക്കും, എന്നാലും ഞാൻ പറയുക, ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാത്തവർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാത്തവർ അങ്ങനെ ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് തുടങ്ങിയതും പിന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇത് കണ്ട് പ്രചോദനം കൊണ്ട് മറ്റുള്ളവരും എല്ലാ നാട്ടിലും ഇതുപോലെ ഗിഫ്റ്റ് ബോക്സ് വെക്കട്ട്, അതുപോലെ മറ്റുള്ളവർക്ക് പിന്നെ ഇതുപോലെ കിറ്റുകൾ കാര്യങ്ങൾ കൊടുക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, നമ്മൾ കിറ്റ് കൊടുക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനം ആയിട്ടുണ്ടാവില്ലേ രാവിലെ, ഒരുപാട് ആൾക്കാർക്ക് അതെ അതെ നമുക്ക് തരുന്നവരുണ്ട്, അതുപോലെ അവരുടെ നാട്ടിൽ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറയലുണ്ട്, അപ്പോൾ ഇതോടെ നിങ്ങളിങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്കും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായത് പറയുന്നുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് കണ്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ദാനം ചെയ്യുന്നുള്ളത് നല്ലതാണ്. അപ്പോൾ ഏതായാലും ഓണാ വരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു അഡ്വാൻസ് ഹാപ്പി ഓണാന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ശരി, അതപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ.